അപ്പം നിങ്ങളെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? 4 മാസം കഴിഞ്ഞു. 4 മാസം. ഇല്ല, ഏകദേശം മാഷാണല്ലോ നിങ്ങൾക്ക് പുറത്ത് തരുന്നത്? മാഷാണ്. അപ്പോൾ മാഷും പിന്നെ ശരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രൊമോട്ട് മൂപ്പര് എന്നോട് കുറേ ഇങ്ങനെ പ്രഷർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചേട്ടന് ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നോട്. അപ്പം എല്ലാവരും പറയണമല്ലോ. ശരി. രവിക്കും അതിലൊരു റോളുണ്ടേ. ശരി. പിന്നെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പം മൂപ്പര് എന്നോട് വാങ്ങിക്കോ, പൈസ ഒന്നും അല്ല നോക്കണ്ടത്, നമ്മുടെ ആരോഗ്യമെന്ന് പറഞ്ഞിട്ട് മൂപ്പരാന്ന് എൻ്റെ മുന്നിൽ. ശരി. അപ്പം പിന്നെ ഇപ്പോൾ 4 മാസമായി ഉപയോഗിക്കൽ തുടങ്ങി? 4 മാസമായി ഉപയോഗിക്കുന്നത്. തുടക്കം എനിക്ക് ഭയങ്കര നല്ല തടി ഉണ്ടായിരുന്നു. ഞാൻ ഒരു 86 കിലോ അല്ലേ, വയറൊക്കെ വല്ലാതെ തടിച്ചിട്ട് 86 കിലോ ഉണ്ടായിരുന്നു. ഇപ്പം 83, 82 അങ്ങനെ എന്തോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ശരിക്കും നമുക്ക് വെയിറ്റ് കുറഞ്ഞെന്ന് വെച്ചാലേ ബ്ലൗസൊക്കെ ലൂസ്, അത് ഇറങ്ങി പോകുന്നോണ്ടില്ലേ, ഇതൊക്കെ എത്രയോ ലൂസായി എന്നറിയോ. വയറും ഒക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കാല് വെരിക്കോസ് വെയിൻ്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പൊട്ടുണ്ടായിരുന്നു, അതൊരു ചെറിയ ഇൻഫെക്ഷൻ പോലെ നിന്നതാണ്. അത് ഈ കിടക്കാനും തുടങ്ങി, ഈ വെള്ളം കൊണ്ട് കഴുകാനും തുടങ്ങിയാലേ ഒരു മരുന്നൊന്നും കഴിക്കാതെ തന്നെ അത് ഉണങ്ങി ഈ തോതിലായി. അങ്ങനെയുള്ളത്. ഈ കാലിനും അതുപോലെ തന്നെ ഇവിടെയൊക്കെ കറുപ്പ് നിറമായിരുന്നു. ഇവിടെയൊക്കെ കണ്ടോ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. ഒക്കെ കറുപ്പ് നിറമൊക്കെ പോയിട്ട് ഇപ്പോൾ ഈ നിറത്തിലാവും. അല്ല ഞാൻ ദിവസം എനിക്കിപ്പോൾ ചെറിയൊരു കാലാവസ്ഥേൻ്റെ ഒക്കെ വരുമ്പോൾ പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് കാലാവസ്ഥ ഒന്ന് ചേഞ്ച് ആകുമ്പോഴേക്ക് നല്ല ശ്വാസം മുട്ടലും ഈ സ്പ്രേ ഒക്കെ അടിക്കുമായിരുന്നു, ഹീലറൊക്കെ അടിക്കും, പിന്നെ നെബുലൈസേഷൻ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊന്നും ഇപ്പം വേണ്ട. വേണമെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം എങ്ങാനും അടിച്ചാൽ പിന്നെ വേണ്ട. അങ്ങനെ ഈ വെള്ളം, ഈ ബോട്ടിലെ വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. ദാഹിക്കുമ്പോഴൊക്കെ കുടിക്കും. ദാഹിക്കുമ്പോഴല്ല, അല്ലാതെ തന്നെ ഇങ്ങനെ കുറേ പ്രാവശ്യം ഒരു 2-3 കുപ്പി അത്രയൊക്കെ. ഇപ്പം മഴക്കാലമായിട്ട് അത്രയൊക്കെ പറ്റുന്നുള്ളൂ. എന്നാലും കുടിക്കലുണ്ട്. മുഖം കഴുകും. പിന്നെ വേദനയുള്ള ഭാഗത്ത്, ഈ കയ്യിൽ ഇവിടെ ജോയിൻറ്റിൽ ഇവിടെയൊക്കെ ഒരു വേദന വരും. ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആ വേദനയുള്ള ഭാഗത്ത് ഒക്കെ എടുത്ത് ഞാൻ പുരട്ടും. പിന്നെ ചൊറിച്ചിലുണ്ടാവും ദേഹത്തൊക്കെ. ഷുഗറിൻ്റെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം എടുത്തിട്ട് മേല് കഴുകി കഴിഞ്ഞിട്ട് ഈ വെള്ളം ഇങ്ങനെ ഇട്ടിടും. എന്നിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ഇടുകയുള്ളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് തന്നെ നടുവേദനയ്ക്കും ഷോൾഡർ വേദനയ്ക്കും ഞാൻ ഈ വെള്ളം കൈക്കലാക്കിയിട്ട് അവിടെ തേച്ച് കൊടുക്കും. അപ്പോൾ നല്ല മാറ്റം പറയുന്നുണ്ട്. ഷുഗർ ലെവൽ താണിട്ടുണ്ട്. പക്ഷേ റീഡിങ്ങിൽ ചിലപ്പം നല്ലോണം കുറഞ്ഞിരുന്നു. ഒരു 60-ലൊക്കെ എത്തിപ്പോയായിരുന്നു ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴേക്ക്. അത് കഴിഞ്ഞ് ഒരു ദിവസം നോക്കുമ്പം 500-നടുത്ത് എത്തി. പക്ഷേ ഈ കുറയുമ്പം നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. കൂടുന്ന സമയത്ത് ഈ 500-ൻ്റെ ലെവൽ വരെ എത്തിയിട്ടും ഒരു കുഴപ്പമില്ല. എനിക്കൊരു കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു ക്ഷീണമോ ഒരു കണ്ണിന് ഒന്നുമില്ല. നല്ല സാധാരണ പോലെ അങ്ങനെയായിരുന്നു. ഷുഗർ ലെവൽ തന്നെയല്ല ഇതിൻ്റെ പ്രശ്നം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഷുഗർ ഇത്രയും വരുന്ന ഒരാളെ സംബന്ധിച്ച്, ചില ആളുകളെ സംബന്ധിച്ച് ഷുഗർ 100-130 കയറുമ്പോൾ തന്നെ അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളാണ്. 140 മേലോട്ട് വരുമ്പോൾ തന്നെ കണ്ണിനൊക്കെ കനം വരിക, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആദ്യമൊക്കെ ഉണ്ടാവുമായിരുന്നു എനിക്ക്. ഇപ്പം ഇന്നാൾ കൂടിയിട്ടൊന്നും ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ഇത് സാധാരണ പോലെ തന്നെ. പിന്നെ അത് ഒരു ദിവസം എൻ്റെ അടുത്ത് പറ്റിയ ഇൻസുലിൻ തീർന്നിട്ട് പറയാൻ മറന്നുപോയി. ഇപ്പം ഒരു ഡോസ് 2 ഡോസ് എടുക്കാണ്ടുണ്ട് അടുപ്പിച്ച്. അപ്പം അതിൻ്റെ കൊണ്ടും കൂടാം, എന്താണെന്നറിയില്ല. എന്തായാലും പിന്നെ ഞാൻ ഇൻസുലിനൊക്കെ എടുത്ത് ഇപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഉണ്ടുണ്ട്. ഇൻസുലിൻ കുറച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ മറ്റോ ഒന്ന് പോയി നോക്കിയിട്ട് ഡോക്ടർക്ക് പോകാനായിട്ടുണ്ട്. ഡോക്ടർ പറയുന്ന സമയത്ത് പോയി കാണിക്കുന്നൊക്കെ ഉണ്ട്. ഏതായാലും ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾ അതൊക്കെ ഒഴിവാക്കിയാൽ മതി. അതൊന്നും പക്ഷേ എങ്കിലും നിങ്ങളിപ്പം ആ പഴയ കണ്ടീഷനിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി അല്ലേ? കാരണം ആദ്യം കണ്ട ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ, സാറിനും അറിയാം, രവിക്കറിയാം. അവരൊക്കെ രവി എപ്പം പറയും എന്നോട്, നിങ്ങൾ എന്തോ ഒരു എത്രയാ മാറിയെന്ന് പറഞ്ഞറിയിച്ചൂടാന്ന്. അങ്ങനെ നിങ്ങൾ കണ്ടല്ലേ. പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ രവി എന്താണ് എല്ലാ ദിവസവും കണ്ടത് അങ്ങനെയാണ്.
ഓ മുഖത്തിനൊക്കെ മാറ്റം. ആ ബോഡി വെയിറ്റ് എത്ര ഉണ്ടായിരുന്നു ആദ്യം 86 പോയിന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെല്ലുമ്പോൾ 83. ഈ പിന്നെ തൂക്കിയിട്ടില്ല. ഇനിയിപ്പോൾ പോകുമ്പോൾ വെള്ളത്തിന്റെ അളവ് ഒന്നുകൂടി കൂട്ടുക. വെള്ളത്തിന്റെ എത്ര കുടിക്കുന്നുണ്ട് ഇപ്പോൾ? ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് ഒരു 3 കുപ്പീൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. 1 ലിറ്ററിന്റെ അത് കുപ്പിയാ. അതിനായിട്ട് ഞങ്ങള് കുപ്പി വാങ്ങിയതാ. ഏതായാലും നല്ല ഒരു വ്യത്യാസം തന്നെ, നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്. നല്ല ഒത്തിരി ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് തൽക്കാലം നമ്മൾ വേറൊന്നും പൈസ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഡോക്ടർമാർക്ക് ഒരു 2 പ്രാവശ്യം കൊടുക്കുന്ന ആ പൈസ അല്ലേ ഇതിനാകുന്നുള്ളൂ. അപ്പം പിന്നെ മറ്റുള്ളവരോടായിട്ട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? മറ്റുള്ളവരോട് ഇത് വാങ്ങുക, ഉപയോഗിക്കുക. എന്നാൽ പിന്നെ എന്താ മെഡിസിൻ ഉപയോഗിക്കുന്നത് കുറയാൻ പറ്റും. അതെ, അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുക. ആരോഗ്യമാണല്ലോ നമുക്ക് വേണ്ടത്. പിന്നെ ഹസ്ബൻഡിനും പിന്നെ എന്താ പറയാനുണ്ടെങ്കിൽ പറയാം. കാരണം എല്ലാവരും അറിയട്ടെ. കാരണം നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഇത്രയും ഗുണം കിട്ടുന്നുള്ളത് ജനങ്ങളറിയണം. ഇത് വാങ്ങുന്നതിന് മുമ്പേ ഒരു 4000 റുപ്യേൻ്റെ ഗുളിക മാസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 കൊല്ലക്കാലമായി ഈ ഷുഗർ തുടങ്ങിയിട്ട്. പക്ഷെ ഇത്രയും സുഖമായി കണ്ടത് അപ്പോൾ തൊണ്ടയാടിൽ അവിടെ പോയപ്പോൾ എല്ലാം പിന്നീട് ജനൌഷധിയിൽ നിന്ന് ഗുളിക വാങ്ങാൻ തുടങ്ങി. അപ്പോഴേ കുറഞ്ഞത്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ യാതൊരു പ്രയാസങ്ങളും ഇപ്പോൾ ഇല്ല. ഇപ്പം രാവിലെ ഈ കടയിലേക്ക് വരാൻ വേണ്ടി 4 മണിക്ക് എണീറ്റ് സുഖമായിട്ട് വരും.